ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അധികം ചിലവൊന്നുമില്ലാതെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ പറമ്പിൽ വെറുതെ കളയുന്ന വാഴപ്പിണ്ടി വെച്ച് ഉണ്ണിപ്പിണ്ടി എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിത് വട്ടത്തിലരിഞ്ഞ് ഇതിൻ്റെ നൂലെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നീളത്തിൽ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. നുറുക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് 3 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും ലേശം ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ പൊടിയിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പിണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് പൊടിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ അരിപ്പൊടിയുടെ മിക്സ് നന്നായി ഈ കഷ്ണങ്ങളിലെല്ലാം പിടിക്കണം. എന്നാലാണ് നമ്മളിത് വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്യുമ്പോൾ അരിപ്പൊടി കുറവായിട്ട് തോന്നണമെങ്കിൽ 1-2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ചൊറുക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൊറുക്കയ്ക്ക് പകരം നാരങ്ങനീര് ചേർക്കാവുന്നതാണ്. ഇനി ഇതിൽ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടിയും ഇത് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായി ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി വെളിച്ചെണ്ണയിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിണ്ടി അരിഞ്ഞത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇത് അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് 2 ഭാഗവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരി മാറ്റി വയ്ക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാതും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ വേപ്പിലയുടെ കൂടെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പിണ്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അരിപ്പൊടിയുടെ മിക്സ് ഇതിൽ നന്നായി കോട്ട് ചെയ്തെടുത്താണ് കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിണ്ടി വെറുതെ കളയാതെ ഇതേപോലെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇത് സോസ് കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.